ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കണം. ഇന്ന് മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. എണീറ്റ വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എണീറ്റ് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അമ്മേനെ കിച്ചണിലെ സഹായിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനമ്മയും കൂടെ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചായക്ക് ഇന്ന് ഇഡ്ഡലിയും ചട്നിയായിരുന്നു. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കേട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മുടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് പോയിട്ടോ. സാധാരണ ഞാൻ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാറ്. ഇന്ന് നേരത്തോടെ തന്നെ കുളിച്ചു. അങ്ങനെ കുളി കഴിഞ്ഞ് ചെറിയ രീതിയിലുള്ള റെഡിയാവലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അടിച്ചു വാരി തുടയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ചെറിയൊരു കുക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇരുമ്പുളിയും മുട്ടയും കൂടി കറി വയ്ക്കാനായിട്ടാണ് കേട്ടോ. അമ്മ വേറെ കായ്പേരിയും മോരുകറി വെച്ചതിൻ്റെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കരുതി എൻ്റെ വക ഒരു കുക്കിംഗ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ അടിച്ചു വാരി തുടയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കുക്കിങ്ങിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ അടിച്ചു വാരുമ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തു. കാരണം ആ മേശയുടെ അടിയിലൊക്കെ എപ്പോഴും പെട്ടെന്ന് പൊടി നിറയുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ വേഗം തന്നെ തുടച്ചെടുത്തിട്ടു. അതിൻ്റെ ഇടയിൽ ഞാൻ കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ദേ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഇരുമ്പുളിയും വേപ്പിലയും ചുവന്നുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതിനിടയിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് കുറച്ച് പാൽപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുടിക്കാമെന്ന് വിചാരിച്ചത് അത് കുറച്ച് പാത്രത്തിലെടുത്ത് കൊടുന്ന് അതിരുന്ന് കഴിക്കുകയാണ്. ആ നേരം കൊണ്ട് നമ്മുടെ കറി അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് അവിടെ മഴ പെയ്യാനായിട്ടുള്ള ആരംഭമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് വേഗം തന്നെ വന്ന് നാളികേരം ചിരുകി അരച്ചു കേട്ടോ. ഞാൻ ആദ്യം കരുതിയത് നേരെ തന്നെ അരച്ച പാല് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കരുതി പാല് പിഴിഞ്ഞ് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലൊക്കെ പിഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നാളികേരം പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോട് കളഞ്ഞു. അപ്പോഴേക്കും കറി ഈ പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പക്ഷെ എനിക്ക് വിഷമമായത് നല്ല രീതിയിൽ ആവാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ തിരക്കടിച്ച് അത് പുഴുങ്ങിയെടുത്തപ്പോൾ കുറച്ച് ഒരു ഇതായിപ്പോയി. എന്നാലും സാരമില്ല. അങ്ങനെ അതൊക്കെ കറിയൊക്കെ തിളച്ചതേ വേഗം തന്നെ കറി കാച്ചെടുത്തു കേട്ടോ. സാധാരണ മീൻകറി കാച്ചിനെ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വട്ടത്തിലരിഞ്ഞതും വേപ്പിലെല്ലാം ചേർത്ത് കാച്ചിയെടുത്തു. ഇതുപോലെ കുറുകി കിട്ടിയിട്ടോ. അങ്ങനെ കറി റെഡിയായി. അപ്പം ഞാൻ ജനാലയുടെ അടുത്തൊന്ന് വന്ന് നോക്കി. അപ്പം നല്ല മഴക്കാരുണ്ട്. ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല കാരോട് കൂടി നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പായസം കുടിച്ച കാരണം കാര്യമായിട്ട് വിശപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ചടങ്ങ് അങ്ങോട്ട് തെറ്റിക്കേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഊണൊക്കെ കഴിച്ചു. ഊണ് കഴിക്കൽ തുടങ്ങിയപ്പോൾ നല്ല മഴക്കാർ ഒന്നുകൂടി കൂടിട്ടോ. മഴ ഇപ്പോൾ പെയ്യും എന്നുള്ള അവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ ഊണ് കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊണ് കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്ക് വന്നപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ മഴയുടെ ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ.